താങ്കളെ പോലെയുള്ളവരൊക്കെ യുവാക്കൾക്ക് വേണ്ടി വാദമുന്നയിക്കുന്ന ആളുകൾ കൂടിയാണ്. പലപ്പോഴും യുവാക്കൾക്ക് അത്തരം പരിഗണന നൽകാതെ പോകുന്നുണ്ട് എന്നും രാഷ്ട്രീയത്തിൽ വനവാസകാലം എന്നൊന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ തലമുതിർന്ന നേതാക്കൾ തുടർച്ചയായി മത്സരിക്കുന്നതിൽ നിന്നൊക്കെ പിന്മാറിയേക്കാം എന്ന ചില സൂചനകളുണ്ട്. പക്ഷേ ഒരു സമ്മിശ്ര പട്ടികയ്ക്കുള്ള സാധ്യതയാണ്. പക്ഷേ ഇതാ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 30 സീറ്റുകളിൽ യുവാക്കളെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സി ക്ലാസ് മണ്ഡലങ്ങൾ ആണ് എന്ന ഒരു പോരായ്മയുണ്ട്. അതിൽ ഞാൻ പൂർണ്ണമായും പറയുന്നില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിനെ പൂർണ്ണമായും ഒരു സി ക്ലാസ് മണ്ഡലമെന്ന് വിലയിരുത്താനാകുമോ എന്ന സംശയമുണ്ട്. അത്തരം ചില മണ്ഡലങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഈ ഡേറ്റകൾ വളരെ ആധികാരികമായ അത്രമേൽ വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, ഇതിനെ നിഷേധിക്കാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല നേതൃത്വം എന്നുള്ളത്. താങ്കളുടെ പ്രതീക്ഷ എന്താണ്? ഈ യുവനിരയ്ക്ക് കാര്യമായൊരു പരിഗണന ലഭിക്കുമോ? അതിനപ്പുറത്ത് ഒരു പരീക്ഷണത്തിന് വേണ്ടി ഇവരെ രംഗത്തിറക്കി തോൽപ്പിക്കുക എന്നുള്ളതാണോ കോൺഗ്രസിന്റെ നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്? കോൺഗ്രസ് നേതൃത്വത്തിന് അങ്ങനെ ഒരു പരീക്ഷണത്തിലേക്ക് ഇറക്കി തോൽപ്പിക്കുക എന്നൊരു ലക്ഷ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ കോൺഗ്രസിലെ ചിലരുടെ ഭരണസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി യൂത്തിനെ കുറച്ചുകൂടി അവതരിപ്പിച്ച്, ഒപ്പം നിൽക്കുന്ന യൂത്തിനെ അവതരിപ്പിച്ച് സ്ഥാനാർത്ഥിയാക്കുക എന്നൊരു രാഷ്ട്രീയ തന്ത്രം ആയിട്ട് അത് പരിഗണിക്കുക. എങ്ങനെയായാലും യുവാക്കളെ പരിഗണിക്കുന്നത് വളരെ സന്തോഷാർഹമായ കാര്യമാണ്. അതിനെ നമുക്ക് വിമർശിക്കാൻ പറ്റും. പിന്നെ യുവത്വത്തെ തിരിച്ചെടുക്കുമ്പോൾ ക്ലിനിക്കൽ യുവത്വങ്ങളാവാൻ പാടില്ല എന്നുള്ളതാണ്. വെറും ക്ലിനിക്കൽ യുവത്വങ്ങളെ എന്റെ കൂടെ നിൽക്കുന്നവരൊരു സീറ്റ് ഇരിക്കട്ടെ എന്ന രീതിയിൽ പരിഗണിക്കുന്നത് ശരിയല്ലല്ലോ. എങ്ങനെയാ ഈ പേരുവിവരങ്ങൾ വരുന്നത്? എന്ത് മാനദണ്ഡത്തിലാ ഈ പറഞ്ഞ പേരൊക്കെ വരുന്നത്? അപ്പോ യൂത്ത് കോൺഗ്രസ് ആയിട്ട് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്ന യുവാക്കളെ അവരെ പരിഗണിക്കണം. അത് കെ എസ് യുക്കാരാവാം, യൂത്ത് കോൺഗ്രസ്സുകാരാവാം. അവരെ പരിഗണിക്കുന്നതിൽ പാർട്ടിക്കാർക്ക് സന്തോഷമാണ്, പ്രതീക്ഷയാണ്. നാളെ ഈ പാർട്ടി ഉണ്ടാവണമെന്ന ആഗ്രഹമുള്ളവരാണ്. പക്ഷേ പട്ടിയെ ചൂണ്ടി പന്നിയെ വെടിവെക്കുന്ന ഒരു രീതി, പഴയ രീതി കോൺഗ്രസ് ആവർത്തിക്കാൻ പാടില്ല എന്നാണ് ഈ അവസരത്തിൽ. അല്ല, താങ്കൾക്ക് ഇപ്പോഴത്തെ ഈ 30 പേരുകൾ കാണുമ്പോൾ അങ്ങനെ ചൂണ്ടി ആണോ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്? എന്താണ് താങ്കൾക്ക് പ്രാഥമികമായി മനസ്സിലാകുന്നത്? എനിക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നത്, യൂത്ത് കോൺഗ്രസിൽ ഒരു കവിത എഴുതിയ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ആ കവിത എഴുതിയപ്പോ അദ്ദേഹം വേറെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെയാണ് കവിത എഴുതിയത് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും മറ്റൊരു കാരണം പറഞ്ഞ് ആ നേതാവിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അതൊക്കെ തിരിച്ചെടുത്തു. പക്ഷെ എന്നാലും പാർട്ടിയുടെ മെയിൻ സ്ട്രീമിലേക്ക് അദ്ദേഹം ഇതുവരെ വന്നതായിട്ട് തോന്നിക്കും. എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരെ ആയിട്ട് നിൽക്കുന്നവരെ മാത്രമായിട്ട് പരിഗണിച്ചാൽ അവരെ ജനങ്ങൾക്ക് അറിയണമെന്നില്ല. ഇപ്പൊ ചാനൽ ചർച്ചയിൽ മാത്രം പങ്കെടുത്താൽ പോരല്ലോ, താഴെത്തട്ടിലൂടെ പ്രവർത്തിക്കട്ടെ. അപ്പൊ ഈ സ്ഥാനാർത്ഥിത്വമായിട്ട് പരിഗണിക്കപ്പെടുന്നത് ഇപ്പൊ ഇവിടെ സി ക്ലാസ്, എ ക്ലാസ്, ബി ക്ലാസ് എന്നൊന്നും പറഞ്ഞിട്ടൊരു മണ്ഡലങ്ങളില്ല. നന്നായി പ്രവർത്തിച്ചാൽ അങ്ങനെ നമുക്ക്, അതായത് ഞാൻ താങ്കളെ എതിർക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ കാലം മാറുന്നതിനനുസരിച്ച് രാഷ്ട്രീയവും അതിന്റെ രീതിശാസ്ത്രങ്ങളും ഒക്കെ മാറില്ല. ഇപ്പോൾ BJP ഇന്ത്യയിൽ ഭരണമുറപ്പിക്കാൻ പലപ്പോഴും അവരങ്ങനെയാണ്. അവർ ക്ലാസ് തിരിക്കുന്നു, അവർക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങൾ തിരിക്കുന്നു, അവിടെ പ്രചാരണം ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെയൊരു ലക്ഷ്യം മുൻനിർത്തിയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ കോൺഗ്രസും അങ്ങനെ മാറുന്നതിനെ നമുക്ക് തള്ളിക്കളയേണ്ടതുണ്ടോ? പക്ഷെ താങ്കൾ ഈ പറഞ്ഞതിൽ ഇപ്പോൾ ഈ ഒരു കാലത്ത് പറയുമായിരുന്നല്ലോ, പെട്ടി ചുമക്കുന്നവർക്ക് മാത്രമേ സീറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇതിപ്പോൾ ആരുടെ പെട്ടി ചുമന്നാലാണ് സീറ്റ് എന്നുള്ളൊരു സാഹചര്യം കൂടി ഇല്ലേ ശ്രീ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രീ ഷിറാസ്? ഇപ്പൊ പെട്ടി ചുമക്കണ്ട അങ്ങനെ ഒരു സൗകര്യം ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. പകരം ചില ഡിജിറ്റൽ മീഡിയ ചുമന്നാൽ മാത്രം മതി, അതും ചിലർക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് എഴുതിയാൽ മാത്രം മതി എന്നൊരു സാഹചര്യം അതവിടെ നിൽക്കട്ടെ. അതായത് സൈബർ പോരാളികളായാൽ മതി. സൈബർ പോരാളികളായാൽ മതി. അത് ഏത് പാർട്ടിയിൽ നിന്ന് വന്നാലും കുഴപ്പമില്ല. ഗോഡ്സെ കണ്ടാൽ പറയും ഗാന്ധിജിയെ ഒരിക്കൽ വെടിവെച്ചു, കുഴപ്പമില്ല, ഇനി വെടിവെക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കോൺഗ്രസ് അത് സന്ദീപ് വാര്യരെ പോലെയുള്ളവരെ ഇപ്പോഴും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരിക്കും അല്ലെ? അങ്ങനെയല്ല, കോൺഗ്രസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണല്ലോ. പക്ഷെ കോൺഗ്രസിന് BJP ചെയ്യും പോലെ ചെയ്യാൻ പറ്റുമോ? CPM ചെയ്യും പോലെ ചെയ്യാൻ പറ്റുമോ? കോൺഗ്രസ് ഒരു ചരിത്ര പാരമ്പര്യമുള്ള ഒരു ദേശീയ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പാർട്ടിയല്ലേ. അപ്പോ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് എന്തിനാണ്? ഒരു മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശത്ത് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുക, ഈഴവ കമ്മ്യൂണിറ്റി കൂടുതലുള്ള സ്ഥാനത്ത് ഈഴവ സ്ഥാനാർത്ഥിയെ നിർത്തുക. ഇവിടെ വേണ്ടത് മുന്നണികൾ
ഒരു പൊതുധാരണയിലെത്തണം. നമ്മുടെ സെക്യുലറിസ്റ്റ് കൺസെപ്റ്റ് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ട് മതപരവും സാമുദായികപരമായിട്ടുള്ള പരിഗണന ഇല്ലാതെ സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ ഇരു മുന്നണികളും തയ്യാറാകണം. ആ പരിഗണനയുടെ പുറത്ത് എനിക്ക് സീറ്റ് വേണ്ട എന്ന് പറയുവാൻ തയ്യാറാകുന്ന യുവാക്കളെ അംഗീകരിക്കുവാൻ ജനങ്ങളും പാർട്ടിയും തയ്യാറാണ്.